ഹീറോയുടെ സീരീസിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് മാവറിക് 440 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡൽ. ലുക്ക് വൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മൾ എവിടേക്കോ കണ്ട് ശീലിച്ച ചില വാഹനങ്ങളുടെ ഒരു മുഖച്ഛായ ഉണ്ടെന്ന് പറയാം. എസ്പെഷ്യലി ഹാർലി ഡേവിഡ്സന്റെ X440 ഭയങ്കര കണക്ഷൻ ഉണ്ട്. X440 ഉപയോഗിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ 440 എന്ന് പറയുന്ന ഒരു ലെറ്ററിങ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. 440 cc ഓയിൽ എയർ കൂൾഡ് എഞ്ചിൻ. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാം. ലുക്ക് വൈസ് ഭയങ്കര രസകരമായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ കാണുന്ന സമയത്തുള്ള ഫീലുകളൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലുക്ക് പരിശോധിക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കരിസ്മ ആയിരുന്നു. കരിസ്മ കൊടുത്തിട്ട് ഇതിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഭയങ്കര ചെറുതായ പോലെ എനിക്ക് തോന്നി. ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എവിടെയും അങ്ങനെ കാര്യമായിട്ട് ഹീറോയിനെ കുറിച്ച് പറയുന്നില്ല. ചെറിയ ചെറിയ ലെറ്ററിങ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഇതിനകത്തുള്ള ഈ ഒരു എച്ച് ഷേപ്പാണ് ഹീറോ എന്നുള്ളൊരു ഐൻഡിക്കേഷൻ. പക്ഷേ നല്ല വിസിബിലിറ്റി ആട്ടോ, വൈറ്റ് ലൈറ്റ് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് രാത്രിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഇൻഡിക്കേറ്റേഴ്സ് കാണാം, എല്ലാം LED ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിനകത്ത് നമുക്കൊരു എച്ച് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് 3 വേരിയൻറ്റുകളുണ്ട്: ബേസ്, മിഡ്, ഹൈ, അതായത് ടോപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് വ്യത്യാസം വീലിലാണ്. വീലിലേക്ക് വരുന്ന സമയത്ത് ബേസിലൊക്കെ വരുന്നത് നമ്മളുടെ ആ ഒരു കമ്പി അങ്ങനെയാണ്. ഇത് അലോയ് വീലും പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. സസ്പെൻഷനോടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രാവലും കാര്യങ്ങളൊക്കെ. സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്താണ്. ഇതാണ് ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. സൈഡിലേക്ക് വരുന്ന സമയത്ത് 440 ലിറ്റർ എഞ്ചിനാണ്. 27 ഹോഴ്സ് പവറും 36 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ടോർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇനീഷ്യൽ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഈ വണ്ടി ഒരു ജമ്പ് ചെയ്യുന്ന ഫീലുണ്ട്. നെക്സ്റ്റ് ലെവലാണ്. നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. പെട്ടെന്നൊക്കെ നമ്മൾ വണ്ടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലം താങ്ങാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാവറിക് 440 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. നല്ല രസകരമായിട്ടുള്ളൊരു ഫ്യൂവൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ പാറ്റേണും നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടോർക്ക് എന്ന് പറഞ്ഞിട്ട്. എക്സോസ്റ്റ് നല്ല നീറ്റ് ആൻഡ് മെച്ചുവേർഡ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയില്ലേ, ആ തരത്തിലാണ് എക്സോസ്റ്റിനോട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് കേൾപ്പിക്കുന്നുണ്ട് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. സീറ്റ് 803 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ നല്ല ടോളറായിട്ടുള്ള മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഇത് കംഫർട്ടബിളാണ്. എനിക്ക് ഇരിക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് കയറി ഇറങ്ങാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്താണ്. റിയർ സസ്പെൻഷൻ കാണാം, ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. നൈസ്. ഇതൊക്കെ ഈ ഒരു പാറ്റേൺ ഒക്കെ നോക്കിയത് ഈ ടോപ്പ് എൻഡിലുള്ളതാണ്. ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡും. ഇതിൻ്റെ ബേസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ ആണ്. അങ്ങനെ വ്യത്യാസങ്ങൾ കളറിൻ്റെ കാര്യത്തിലും വരുന്നു. ഇവിടെ ഇതാ എൻജിൻ ഒരു എച്ച് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹീറ്റാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് കുറച്ച് ചെളിയൊക്കെ കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി വരാൻ ഒരു ചെറിയ ഓഫ് റോഡ് പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു, അതായത് ചെളിയായിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് അതിമ പറ്റിയതാണ് എന്നുള്ളത്. ഇനി റിയറിലേക്ക് വരാം. നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെയും ആ ഒരു എച്ച് പാറ്റേണും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും കാണാം. മൊത്തത്തിൽ ഇതാണ് വണ്ടി. ഇനി ഇങ്ങോട്ട് വരാം, അതായത് നമ്മുടെ ഹാൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം, ഈ മിറർ ഇത് കുറച്ചുകൂടി വലിയത് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് എനിക്ക് സംബന്ധിച്ചിടത്തോളം അത്ര ഒരു വിസിബിലിറ്റി ഫീല് നഷ്ടപ്പെട്ട പോലെ തോന്നി. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കാണാം, ഒരു USB ചാർജിങ് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബട്ടൺസൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഹോൺ വരുന്നത്. അത്യാവശ്യം നല്ല ഹോണും കാര്യങ്ങളൊക്കെയാണ്. ഗ്രാബ് ഹാൻഡിൽ നൈസാണ്, നമ്മളെ റൈഡിങ് പൊസിഷനൊക്കെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഐ മീൻ ലവ് വിത്ത് ദ സീറ്റ് എന്ന് പറയില്ലേ, അതൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ കീപ്പ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്, ഈ ഗ്രാബ് ഹാൻഡിലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്റർ കാണാം. ക്ലസ്റ്റർ ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷേ ഓക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് കാണുന്നത് സ്പീഡോമീറ്ററാണ്. അത് നല്ല രീതിയിൽ വിസിബിളായിട്ട് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കണ്ടാൽ മതിയല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ലുക്ക് വൈസ്. ഇനി ഇതിൻ്റെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഡ്രൈവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. ഇവിടെയാണ് ഇഗ്നിഷനും കാര്യങ്ങളൊക്കെ ഉള്ള, കിൽ സ്റ്റാർട്ടും ഒക്കെ ഒരുമിച്ചാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഉണ്ടാവും. അത്യാവശ്യം നല്ല മെച്യൂർഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. അതായത് വലിയ അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് പോകുന്ന സമയത്ത് അടിപൊളിയാണ്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു 440 cc എഞ്ചിനാണ്. അത് 27 ഹോഴ്സ് പവറും 36 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. ആ ടോർക്ക് ഉണ്ടല്ലോ, ഇനീഷ്യലി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറഞ്ഞ ടോർക്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ പെട്ടെന്ന് സ്പീഡ് അപ്പ് ചെയ്യണം, റബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ കൊടുത്ത ഉടനെ വെഹിക്കിളിനകത്ത് നമുക്ക് ആ ഒരു റെസ്പോൺസ് ഫീൽ ചെയ്യും. മാത്രമല്ല
നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ ആ വണ്ടിനായിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഈ ഒരു വണ്ടീനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുള്ള അത്രയും പവർഫുൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതൊരു കോമ്പാക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വണ്ടിയാണ്. പക്ഷേ ഇതിനകത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കരിസ്മയെന്ന് മാറിയപ്പോഴുള്ള ഒരു ഫീൽ അറിയില്ല, ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നീർന്നിരുന്ന് കഴിഞ്ഞാൽ പക്ഷേ അടിപൊളി ആ ഒരു കോമ്പാക്ട് സൈസും ഈ ഒരു എൻജിനും ശരിക്കും ഒരു കുഞ്ഞു റോക്കറ്റ് പോലെ ഇതിനെ നമുക്ക് റവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഹീറ്റ് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീറ്റ് നന്നായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തത് വൈബ്രേഷൻ, നല്ല RPM കയറ്റി ഓടിക്കുന്ന സമയത്ത് നല്ല വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്ന് ഈ മിററിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആക്സലറേഷൻ നമ്മൾ ഹാൻഡ് ബാറിനകത്ത് നമുക്കത് ഫീൽ ചെയ്യും. ഇതിൻ്റെ വിസിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. പക്ഷേ വേറെ ഒരു വലിയ പാറ്റേൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ലിമിറ്റേഷൻ ഉണ്ടെന്ന് നമുക്കും അറിയാം. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, റൈഡിങ് പൊസിഷൻ നല്ലതാണ്, ലോങ് റൈഡിന് പറ്റും. അതേപോലെ തന്നെ ഒരു സിറ്റി ഡ്രൈവിനകത്ത് കൊണ്ടു നടക്കാൻ പറ്റും. നല്ല ത്രോട്ടിൽ കൊടുത്ത് ഒരു 140 വരെയൊക്കെ വളരെ പെട്ടെന്ന് ടച്ച് ചെയ്ത് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് ഇത് ഓടിച്ച സമയത്തുള്ള എൻ്റെ ഫീലിംഗ്. ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,99,000 രൂപയാണ് ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് 2,24,000 രൂപയോടാണ് പ്രൈസ് വരുന്നത്. ഒരു 30 to 35 നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഫ്യൂൽ എഫിഷ്യൻസി ഞാൻ നോക്കിയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു 3-4 ദിവസമായി. ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഞാൻ ഓടിച്ച അനുഭവങ്ങളും കാര്യങ്ങളാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതാണ് ഹീറോയുടെ ഏറ്റവും പുതിയ മാവറിക് 440 എന്ന് പറയുന്ന, ഞാനിതിന് സ്വയം കുഞ്ഞൻ റോക്കറ്റ് എന്ന് പേരിട്ട ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ഇത് ഓടിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.